പ്രിയ പ്രേക്ഷകർക്ക് യുദ്ധക്കളം 2022 സ്വാഗതം. ഇന്ന് നമ്മൾ വാദത്തിനിവിടെ വന്നിരിക്കുന്നത് മഹിഷ്മതി സാമ്രാജ്യത്തിലെ ബൈ ഇലക്ഷന്റെ പ്രതിനിധികളുമായിട്ടാണ്. നമുക്ക് ഈ സംവാദത്തിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാം. ആദ്യമായി നമുക്ക് ഈ സംവാദത്തിലേക്ക് തന്തേക്കൊല്ലി അമരേന്ദ്ര ബാഹുബലിയെ സ്വാഗതം ചെയ്യാം. അടുത്തതായി KGF തള്ളക്കൊല്ലിയായ റോക്കി ബായ്. അടുത്തതായി വായി പഴംതിരികെ വെച്ചേക്കുന്ന ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞങ്ങളൊക്കെ പഴമിരികളാങ്ങി നീയൊക്കെ ആരാടാ? അത് പിന്നെ ഞങ്ങള് കൂട്ടിത്തല്ലിക്കാൻ വന്നല്ലേ. എന്റെ ഫസ്റ്റ് ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ പ്രേക്ഷകർക്കും അതേ ഡൗട്ട് തന്നെ ആയിരിക്കും ഉള്ളത്. KGF റോക്കി ഫൈ, അതായത് KGF റോക്കി ഫൈ എന്തിനാണ് ഈ മഹിഷ്മതിയിൽ വന്ന് മത്സരിക്കുന്നത്? ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഈ ലോകത്തുള്ള സ്വർണം മുഴുവൻ എന്റെ അമ്മയ്ക്ക് കൊണ്ട കൊടുക്കാന്ന്. ലോകം മൊത്തം വേണ്ടി അവിടുത്തെ സ്വർണ്ണം എല്ലാം എടുത്ത് നീ ഇവിടെ ഇച്ചിരി സ്വർണ്ണം ബാക്കിയുണ്ട്, അതെടുക്കണം, പോണം, അതിനോട് മാത്രം മത്സരിക്കുന്നു. എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ മത്സരിക്കുക? അതൊന്ന് പറഞ്ഞേ. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്ക് മാത്രമേ അറിയൂ. എടാ, അതിന് നിന്നെ ആരാടാ സ്നേഹിച്ചത്? നിന്നെ ആകെ സ്നേഹിച്ച് രണ്ടുപേരാ, ഒന്ന് നിന്റെ അമ്മയും ഒന്ന് നിന്റെ കാമുകി. അവർ രണ്ടുപേരും മരിക്കുകയും ചെയ്യും. പിന്നെ ആരോടാണ് ഞങ്ങൾ പോയി ചോദിക്കേണ്ടത്? അങ്ങനെ സംസാരിക്കരുത്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. എടാ, നിനക്കാണ് അമ്മയോട് സ്നേഹം. നിനക്ക് അമ്മയോട് സ്നേഹം ഉണ്ടായിരുന്നു. ഈ ബാംഗ്ലൂർ ഇന്ന് ഷൂ പോളിസി അമ്മയെ ചികിത്സിക്കണമായിരുന്നു. നീ അത് ചെയ്തില്ലോ. ആ പാവം പിടിച്ച സ്ത്രീയല്ലോ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചോര തുപ്പി ഛർദ്ദിച്ച് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട നീ എന്തോടുത്ത് കണ്ട തെണ്ടിപ്പിള്ളാരുമായിട്ട് അടി ഉണ്ടാക്കി നടക്കുന്നു. അവസാനം ഒരു പടമായപ്പോഴോ അവന് ജോലി ചെയ്യാനൊക്കെ അറിയാം. അവന് ബോംബെ പോയി ഷൂ പോളിഷ് ചെയ്യാൻ എന്ത് വേണം ചെയ്യാനറിയാം. എന്തിനാ? അവന് ഡോൺ ആവണം, അവന് ബ്രാൻഡ് ആവണം. ബ്രാൻഡിന്റെ അസുഖം ഈ പറയുന്ന ഇവന് കൂടുതൽ വലിയ താളം പഠിക്കണ്ട. പണ്ട് ഇവരെണ്ട വെള്ളത്തിൽ ഒഴുകി വന്നപ്പോ ഒരു അമ്മച്ചി എടുത്ത് വളർത്തി. അവര് കഷ്ടപ്പെട്ട് ജോലിക്കോ മല കയറാൻ പോകും ഒരു പട്ടിയുടെ കൂട്ട്. എത്ര വട്ടം താഴെ വീണ, എത്ര വട്ടം താഴെ വീണ് നീ ചാവച്ചെന്നടാ. എടാ, എന്നേക്കാളും വലിയ കാളായിട്ട് നീ ഒന്ന് പഠിക്കോ? ഇല്ലല്ലോ. ഒരു മരപ്പാവ് കിട്ടിയപ്പോ അത് വെച്ചിട്ട് മണ്ടക്കോട് കയറി പോയേക്കുന്നു. നാണോ? ഇവന്റെ അച്ഛൻ അതിനേക്കാളും വലിയ കോമഡിയോ. രണ്ടാനം വേണ്ട ശിവകാമി ദേവി. പുള്ളിക്കാരുടെ പുറകെ നടക്കുമായിരുന്നു. പുള്ളിക്കാരി ആന കുത്താൻ പരിരക്ഷിക്കുന്നു, തേള് കുത്താൻ പരിരക്ഷിക്കുന്നു. പനിയാകുമ്പോൾ നെറ്റിയാണ് ഇങ്ങനെ നനച്ചിടുന്നു. എന്നിട്ട് അവസാനം എന്തോ ആ പെണ്ണുമുള്ള തന്നെ ഇയാളങ്ങ് പടവാക്കി കളഞ്ഞു. അവനോട് ബാധിക്കാൻ പറ്റും. നാണോട്ടെ എനിക്ക്. പോടാ കുട്ടിക്കുറങ്ങ, അവിടെ ഇരിച്ചോണ്ടിരിക്കാതെ പോടാ. നിനക്ക് സ്ത്രീകൾക്ക് വില കൊടുക്കാൻ അറിയാവോ? വില കൊടുക്കാൻ നീ നടക്കുന്നു കുട്ടിക്കുറങ്ങ. പോടാ. ട്രിഗറിന്റെ മേൽ കൈവച്ചവനൊന്നും ഷൂട്ടറായിട്ടുമില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമായിട്ടില്ല. എന്റെ പെണ്ണായ റീനയുടെ ദേഹത്ത് തൊട്ടവന്റെ 2 കൈയുമാണ് ഞാൻ അറുത്ത് കളഞ്ഞത്. അതാണ് എനിക്ക് സ്ത്രീകളുടെ ബഹുമാനം. മനസ്സിലായോ? എടാ, നീ കൈയാണ് വെട്ടി, എന്നാ ഞാൻ തലയാണ് വെട്ടിയത്. തല. പിന്നെ റീനയുടെ കേസ് അത് നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്തോ ഡയലോഗ് അടിച്ച പെണ്ണിന്റെ മേൽ കൈ വെച്ചതെന്ന് ആണായില്ല. എന്നിട്ടാണോ നീ ഹോട്ടൽ മുറി വെച്ചിട്ട് അവളുടെ സമ്മതം അവിടെ കൈ കയറി പിടിച്ചത്? എന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ എന്തോ എടുത്ത് അവളുടെ സമ്മതം പോലില്ല നീ വലിച്ചടിച്ചിട്ട് കൊട്ടാക്കി കൊണ്ടുവരണോ ഒറ്റയ്ക്ക് നിന്റെ കൂടെ ഉറപ്പിക്കാനായിട്ട്. എന്നിട്ട് നിന്റെ അവസാനത്തെ ഒരു മെഹബൂബ പാട്ട്. എന്നിട്ട് എന്താ അവസാനം മെഹബൂബ ആയല്ലോ. എനിക്കറിയാടാ. ഏതോ ഒരു മരത്തിന്റെ മാസ്ക് മണ്ടയ്ക്ക് വീണപ്പോ അത് എടുത്തു വെച്ചിട്ട് എന്റെ ബാക്കിൽ പെണ്ണുണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണെ കാണാൻ വേണ്ടി സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചിട്ട് മണ്ടക്കോട്ട് കയറി പോയല്ലോടാ നീ. ആണോ? എടാ, ഞാനാണെങ്കിൽ റൊമാൻസ് കാണിച്ച എപ്പോഴാ? അവളെ കെട്ടിക്കഴിഞ്ഞിട്ടാണ് റൊമാൻസ് മൊത്തം കാണിച്ചത്. നീ അങ്ങനാണോ? അതിന് മുമ്പേ അങ്ങ് തുടങ്ങി. പച്ച തീയാണ്. പച്ചത്തീയല്ല, നീലത്തീയ. ഞങ്ങളുണ്ട് നീലത്തീ തീയിട്ട് അറിയാവോ? പൊന്നോ, എന്തൊരു തീയായിരുന്നു. ഓർക്കാൻ പോലും ഇവന്മാരെന്താണ് ഈ പറയുന്നത്? പെണ്ണുങ്ങളെ കുറിച്ച് ഞങ്ങളുടെ വികസനത്തെ കുറിച്ച് പറയൂ. അത് പറ. അതെ, പ്രേക്ഷകർ പറഞ്ഞ പോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ വികസന പദ്ധതി എന്തൊക്കെയാണ്? നിങ്ങളുടെ വികസന പദ്ധതി അത് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. വികസനം എന്നൊരു പേരുണ്ട്. അതിന്റെ അവസാന വാക്കാണ് റോക്കി ബായ്. നിങ്ങൾ KGF 1 കണ്ടിട്ടുണ്ടോ? ഫുള്ള് മണലാരണ്യങ്ങളായിരുന്നു. KGF 2 നോക്ക്, ഫുൾ അടിച്ചുപൊളി സെറ്റപ്പ് ഇല്ലയോ? അവിടെ മൈൻഡ് സെക്ടർ ഒക്കെ ഞങ്ങൾ ഹൈടെക്. ഇത് കണ്ടിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വരെ കണ്ണ് തള്ളിയിട്ട് പോയി. കണ്ടോ? മണ്ടക്കിട്ട് പ്ലേ പോലും പോയി ഞാൻ അനുവദിക്കുവോ? തെറ്റാനടിച്ചു ഉടനെ തന്നെ അമ്മാതിരി സെറ്റപ്പാണ് ഫുള്ള്. ആര് പറഞ്ഞ വികസനം ചെയ്തില്ല? ഞാൻ എന്റെ അച്ഛന്റെ പാത തന്നെ പിന്തുടർന്നത്. കണ്ടായിരുന്നു. കൊട്ടാരം നല്ല പോലെ വികസിച്ചോട്ടോ, നല്ല പോലെ. എടാ, നിനക്കുണ്ടല്ലോ ഒരു കൊട്ടാരം. അല്ല, നീ വേറെന്തോ ചെയ്ത്? എടാ, എന്റെ KGF ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഞാൻ വീടൊക്കെ കൊടുത്ത്, ആഹാരം കൊടുത്ത്, അവർക്ക് വേണ്ട എല്ലാം ഞാൻ കൊടുത്തു. നീ എന്തോ ചെയ്തടാ? എടാ, ഞാനും ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അവർക്ക് വെള്ളം കിട്ടാൻ പന വളച്ചാണ് ഞാൻ അവർക്ക് വെള്ളം കൊടുത്തത്. ഒരു ബീട്ടുകാരനല്ല, ഞാൻ ബീട്ടുകാരനാണ് അവിടെ. പിന്നെ അവർക്ക് പാറ പൊട്ടിക്കാൻ സിമ്പിൾ ടെക്നിക്സ് ആണ് പഠിപ്പിച്ചു കൊടുത്തത്. നീ എന്താ ചെയ്ത്? കൂടുതൽ പറയില്ല. എടാ, നിന്നെ ആ കൊട്ടാരത്തിന് അടിച്ചിറക്കിയപ്പോ നിനക്ക് വെളി ജീവിക്കണം. അതിന് വേണ്ടി കുറെ സൂത്രപ്പണി ഉണ്ടാക്കിയതല്ലോ. എടാ, അതിന് മുമ്പ് നിനക്ക് ചെയ്യാറുണ്ടല്ലോ. നീ ഇതൊന്നും അന്ന് ചെയ്തില്ലല്ലോ. എന്തുവായാലും ചെയ്തല്ലോ. അതാണ് നിങ്ങൾ ആരും അറിഞ്ഞോ? എന്തായാലും വികസനമാണല്ലോ. വികസനം അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോടെ എണീറ്റ്. മറ്റ് ശത്രു രാജ്യക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ പറയും. അങ്ങനെ എന്തെങ്കിലും യുദ്ധം ഉണ്ടാവണമെങ്കിൽ ഞാൻ മോൺസ്റ്റർ ആണ്. ഞാൻ മോൺസ്റ്റർ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്തുള്ളൂ. 1000 പേരെ മുന്നിൽ ഞാൻ ഉണ്ടെന്നുള്ള ധൈര്യം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ
എനിക്ക് 10,000 യുദ്ധം ജയിക്കാം. ആ കണ്ടാലോ നിന്റെ ഒരു മോൺസ്റ്ററിനെ, ആ മോൺസ്റ്ററിനെ ഒറ്റ പേടിക്കല്ലടാ അതിനെ താഴെ ഇട്ടത്. അയ്യ എന്നിട്ട് മോൺസ്റ്റർ ഈ പുറയുന്ന 1000 പേരാ നിന്നെ പൊക്കിയെടുത്തോണ്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയത്. അവന്മാരുള്ളോട് നീ രക്ഷപ്പെട്ട്. നീ കൊണ്ട് സംസാരിക്കില്ല, നിന്റെ തന്തയ്ക്ക് വന്ന കട്ടപ്പാടുള്ള നീ മറ്റേ യുദ്ധം. എടാ അത് എങ്ങനെയോ ആയിക്കോട്ടെ, രാജ്യത്തിന് വേണ്ടി രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അതിൽ നിന്ന് മനസ്സിലായല്ലോ. ഞാൻ കാര്യം കേട്ടോ. യുദ്ധം നടക്കുമ്പോ നിന്റെ ദേഹത്ത് മാത്രം അമ്പ് കൊള്ളാത്ത, ബാക്കി എല്ലാവരുടെ ദേഹത്തിൽ കൊള്ളുന്നുണ്ടല്ലോ. എടാ നിന്റെ ചുറ്റിന് 150 അവന്മാര് ഉണ്ടേ വീട്ടിൽ തോക്കും കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ വെടിവെക്കാൻ വേണ്ടി. ഏതെങ്കിലും അടുത്ത് വെടിവെക്കുന്നുണ്ടോ? എന്താണ് അതെല്ലാം എന്റെ അമ്മി തോക്കാണ്? അതോ നീ അവന്മാരെ വിലക്കെടുത്തേക്കോ വെടിവെക്കാൻ? കഴിവാണെങ്കിൽ ഇതെന്റെ കഴിവാണ്, ഒഴിഞ്ഞു മാറുന്ന അമ്പ് കൊള്ളാതെ. ആ അമ്പ് ഇവിടെ അണ്ണാക്കി കയറി ഒരു അമ്പ് കൊള്ളോട്ടോ. എനിക്ക് കരിച്ചു വരുന്നു ഇവനെ കാണുമ്പോ. അതൊരു സംശയം, നമ്മളെന്താ അടി ഇടുന്നേ? അതോ നമ്മളെ വിളിച്ചു വരുത്തി ഈ പന്നിൽ അടി ഉണ്ടാക്കുന്നേ ആണ്. അപ്പൊ ആദ്യം നമ്മൾ തട്ടണ്ടേ? ഇവനെ തട്ടണം. ബാഹു ആയുധം ഞാൻ കൊടുക്കാം.